സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് ഒരു ഫുട്ബോൾ കളിക്കാൻ പോയി ഗൈസ്. അപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. സോ നമ്മളിന്ന് പോകുന്ന ഗൈസ് ഡോഡ്ജ് ചലഞ്ചർ എടുത്തിട്ടാണ്. കുറേ നാളായി ഗൈസ് ഈ വണ്ടി പുറത്തൊക്കെ ഇറക്കിയിട്ട് ഗൈസ്. അപ്പോൾ ഇന്ന് ഇതെടുത്തിട്ട് അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ച്. സോ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഞാനിവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ പാർക്ക് ചെയ്തിട്ട് അന്നിട്ട പോലെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോവാം. അപ്പം നമ്മളാണ് ആദ്യം ഇവിടെ എത്തിയതെന്ന് തോന്നുന്നു ഗൈസ്. അവരൊക്കെ ഇതായി വരുന്നുണ്ട്. ഇന്നെങ്കിലും നമുക്ക് ഗൈസ് കളി കേൾക്കണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കണ്ടു കാണും ഗൈസ്. ഞാൻ ഈ കൺട്രോളും ആ സംഭവമൊന്നും വരാതെയാണ് കടന്ന് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നത്. ഇന്നെന്തായാലും അതുകൊണ്ട് നമുക്ക് കളി ജയിക്കണം എന്നുള്ള പ്ലാനിലെ കേസ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അവിടെ നോക്കുവാണെങ്കിൽ ഒരു M5 ഉണ്ട് കേസ്. നമ്മുടെ പ്രണവ് ബ്രോയിൻ്റെ ആണത്. നമുക്കെന്തായാലും കേസ് ഗ്രൗണ്ടിലേക്ക് നേരെ ഇറങ്ങാം കേസ്. ഞാൻ ഇവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. സെൻറ്ററിൽ നിന്ന് കളി തുടങ്ങും കേസ്. അപ്പം ഞാനും അഖിൽ ബ്രോയും ഉള്ളു കേസ് ഇവിടെ. വേറെ ആരും കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ ഫസ്റ്റത്തെ ഗോൾ അടിച്ച് നോക്കട്ടെ കേസ്. കൺട്രോളും ആ സംഭവമൊക്കെ വന്നിട്ടുണ്ട്. അത് UA ഹെയ്ഡായതുകൊണ്ട് നിങ്ങൾക്ക് കാണാത്തയാണ്. ഞാൻ ഗോൾ അടിച്ച് നോക്കട്ടെ കേസ് ഇതെങ്ങനെയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ഗോളി ഇല്ലാത്ത പോസ്റ്റിൽ ഗോൾ അടിച്ച് ഗൈസ്. ദാണ്ടെ സ്കോർ ബോർഡ് നോക്കി ഞാൻ 2-0 ഗൈസ്. 2-0 ആയിട്ടുണ്ട്. എനിക്കറിയില്ല ഗൈസ്, ഇവിടെ ആദ്യമായിട്ടാണ് ഒരു ഗോൾ അടിക്കുന്നത്. എന്നിട്ട് ഇവിടെ 2 എന്നൊക്കെ കാണിക്കുന്നത് ഗൈസ്. ഗ്രൗണ്ടിൽ ആരും പുറത്ത് നാളെ വരുന്നുണ്ട് ഗൈസ്. അഖിൽ ബ്രോ നേരെ വരുന്നുണ്ട്. നമുക്ക് വെട്ടിച്ചടിച്ചാലോ ഗൈസ്. അപ്പോൾ അതെനിക്ക് കിട്ടിയില്ല ഗൈസ്. അത് അഖിൽ ബ്രോ ഗോളാക്കി. സംഭവം അഖിൽ ബ്രോ എൻ്റെ ടീം തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ആര് ഗോൾ അടിച്ചാലും കണക്കാ ഗൈസ്. ഇതാണ് നമ്മുടെ എതിർ ടീം. അപ്പോൾ ലൂതർ ബ്രോ ഗൈസ് നേരെ അങ്ങോട്ട് ഓടുന്നുണ്ട് ഗൈസ്. അവിടെയാണെങ്കിൽ സ്വന്തം പോസ്റ്റ് ഗൈസ്. സെൽഫ് ഗോൾ അടിക്കാൻ പോകുന്നതാണെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഇവിടെ 8 സ്റ്റാർ ഡൂ നത്തിങ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് ഗോൾ അടിക്കുമെന്ന് എന്തായാലും നോക്കാം ഗൈസ്. നേരെ ഓടി പോകുന്നുണ്ട്. ഗോൾ കയറി ഗൈസ്. ഗോൾ കയറി. വീണ്ടും സെൻറ്ററിൽ നിന്ന് കളി തുടങ്ങുന്നുണ്ട്. മെയിനായിട്ട് ഫുട്ബോൾ ചെയ്യുമ്പോൾ ഇവിടെ ആരുമില്ല കേട്ടോ. ആകെ 3 പേരുണ്ട്. ഞാനും അഖിൽ ബ്രോയും ടീമാണ് കേട്ടോ. അവിടെ ഒറ്റയ്ക്കാവും കളിക്കുന്നത്. അഖിൽ ബ്രോ വീണ്ടും സെൻറ്ററിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഗൈസ്. താണ്ടേ എൻ്റെ അടുത്ത് വീണ്ടും കിട്ടി ഗൈസ്. അത് പോയിട്ട് നമുക്ക് ഗോളാക്കാം ഗൈസ്. ഞാൻ വീണ്ടും ഗോളില്ലാത്ത പോസ്റ്റിൽ ഗോൾ അടിച്ച് ഗൈസ്. വീണ്ടും നമ്മുടെ ബോൾ ആ സെൻറ്ററിൽ വന്നിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് നേരെ ഓടുക ഗൈസ്. അപ്പോൾ കുറച്ച് പേരും കൂടെ ഉണ്ടെങ്കിൽ കളി നൈസായേനെ. ഇപ്പം നമ്മൾ 2-3 പേര് ഇതിലെ പോകുന്നതുകൊണ്ടൊരു വൈബില്ല ഗൈസ്. എന്തായാലും കുഴപ്പമില്ല ഗൈസ്. നമുക്ക് ഇതാ നമ്മുടെ പോസ്റ്റിന് നേരെ ഗൈസ് പോന്നേ. നമ്മുടെ അഖിൽ ബ്രോ തടയോ ഗൈസ്, അറിയത്തില്ല. അയ്യോ അതങ്ങ് പോയി. മൂഞ്ചിയോ? ഇല്ല ഗൈസ്, നമുക്ക് കിട്ടുമായിരിക്കും. ഞാൻ എൻ്റെ അടുത്തെത്തി ഗൈസ്. നമുക്ക് തടഞ്ഞ് അപ്പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നോക്കാം. കിട്ടിയില്ലേ? ഇതൊക്കെ എന്തുവാ ഗൈസ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അതോടെ പോയി ഗൈസ്. നമ്മുടെ കോർണറാണ് ഗൈസ്. കാര്യം നമ്മുടെ ടീം തന്നെ അടിച്ച് കളഞ്ഞാൽ ഗൈസ്. പക്ഷെ ഞാനതെടുക്കും. കഴിഞ്ഞ കളി നിങ്ങൾ കണ്ടതല്ലേ, അടിച്ച് കളയിലും കോർണറൊക്കെ എതിർ ടീമായിരുന്നു. വീണ്ടും ഞാൻ കൊണ്ടുപോകുന്നുണ്ട് ഗൈസ്. അവിടെ ഫ്രണ്ടിൽ ആരോ നിപ്പുണ്ടല്ലോ. കേസ് അത് വാസോണനാണെന്ന് തോന്നുന്നത് കേസ്. നേരെ നമ്മുടെ നേരെ വരുന്നുണ്ട് കേസ്. പക്ഷെ നമ്മൾ സമ്മതിക്കില്ല കേസ്. നമ്മൾ തന്നെ ഗോൾ അടിക്കും കേസ്. ഇത് 2 പേരും കൂടെ നമ്മൾ ഒറ്റയ്ക്കായാലോ കേസ്. ഇവർ 2 പേരും ടീമാട്ടോ. ഞാൻ ഒറ്റയ്ക്കുള്ളൂ. നമ്മുടെ അഖിൽ ബ്രോയിനെ കാണുന്നില്ല കേസ്. നമുക്ക് ഓടി കിട്ടുമോ എന്ന് നോക്കട്ടെ കേസ്. ഇവനാണ് സൈഡിലേക്ക് കൊണ്ടുപോകാനുള്ള ഇത് കേസ്. ഇവൻ സൈഡിലേക്ക് തന്നെ പോവുക കേസ്. ഇത് നമുക്ക് കിട്ടുന്നുമില്ല. ഇത് തടയാനാണ് പണി ഇതിനകത്ത് കേസ്. കിട്ടി. ഇനി നമ്മൾ മെസ്സിയാണ് കേസ്. നോക്കൂ, ഇനി നമ്മൾ മെസ്സിയാണ്. അയ്യോ യെസ്, അത് പോയി. സ്ക്രീൻ തിരിഞ്ഞു പോകുന്ന സീനുണ്ടല്ലോ. വിഷയം സീനാണ് കേസ്. അത് ഇല്ല, നമുക്ക് പിന്നെയും കിട്ടി. നമ്മളിതെന്തായാലും ഗോൾ അടിക്കും കേസ്. ഇത് ഗോൾ അടിച്ചിട്ടേ ഉള്ളൂ. ഗൈസ് അങ്ങനെ നമ്മൾ മൊത്തം 6 ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. എതിർ ടീം നോക്കിയാൽ 0. അതൊക്കെ അത്രേ ഉള്ളൂ ഗൈസ്. ഇതാ നമ്മുടെ അഖിൽ ബ്രോ എന്നെ നേരെ അങ്ങോട്ട് പോകുന്നേ ഗൈസ്. അവിടെ പോസ്റ്റ് ഫ്രീ ആയി ഗൈസ്. സീനായി. അത് പോയി. ഇപ്പോൾ എതിർ ടീം അടുത്ത് ഗോൾ അടിക്കും ഗൈസ്. അതൊന്നും പറയാനില്ല ഇനി. എന്തായാലും നമ്മുടെ സർവ്വശക്തി എടുത്ത് നമ്മൾ ഓടുന്നുണ്ട്. തടയാൻ പറ്റുമോ ഗൈസ്? ഇല്ല, പോയി ഗൈസ്. അത് പോയി. ബെസ്റ്റ് ഗൈസ്. അവിടെ 6-1 ആയിട്ടുണ്ട്. സീനില്ല ഗൈസ്. 6 ഗോള്. നമ്മൾ 5 ഗോളിന് മുമ്പിലാവും മരക്കളും. നമ്മുടെ അഖിൽ ബ്രോ ഗൈസ് വീണ്ടും അടുത്ത് ഗോൾ അടിക്കാൻ വേണ്ടി ഓടിച്ചെല്ലുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും പുറകോട്ട് സപ്പോർട്ട് കൊടുക്കാം ഗൈസ്. നമ്മളെന്തായാലും പുറകെ ഓടാൻ നോക്കുമ്പോൾ എന്ത് പറ്റി ഗൈസ്? ഓട്ടോ ബാക്ക് ആയതൊന്നും അവിടെ നിന്ന് ഓടുന്നുണ്ട് ഗൈസ്. അത് കിട്ടിയില്ല. ഇത് ഇടയ്ക്ക് ഇങ്ങനെയാണ് ബോളിൻ്റെ മേളിൽ കൂടെ അങ്ങോട്ടങ്ങ് പോകും. അടുത്ത് ഗോൾ അടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ 7-1 ആയിരിക്കും എനിക്ക് ഗൈസ്. പുറകെ പ്രണവ് ബ്രോ ഉണ്ട് ഗൈസ്. അഥവാ പ്രണവ് ബ്രോ അങ്ങനെ നമ്മുടെ ഫ്രണ്ടിലെത്തി കഴിഞ്ഞാൽ ബോൾ തടയും. ഇല്ല ഗൈസ്, നമ്മൾ ഗോൾ അടിച്ച് അങ്ങനെ 7-1 ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി അഖിൽ ബ്രോയും പോയിട്ടുണ്ട്. വീണ്ടും നമ്മൾ 2 പേരായി. ഇനി ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കാണാം ഗൈസ്. ഇനി ഗൈസ് എന്തായാലും നമ്മൾ ഗോൾ കയറാൻ സമ്മതിക്കില്ല ഗൈസ്. ഞാൻ പുറകെ ഓടുന്നുണ്ട് ഗൈസ്. അതെന്തോ ഗൈസാ കണ്ടത്. അത് പോയി. അത് ഗോളും കയറി. കൊള്ളാം, അടിപൊളിയായിട്ട് ഗൈസ്. നമ്മളൊറ്റയ്ക്കായി. അവർ 2 പേരുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അല്ലെങ്കിൽ കാണാമായിരുന്നു. നമ്മൾ അഖിൽ ബ്രോ ഒപ്പ് വരട്ടെ ഗൈസ്. നമുക്ക് റിവെഞ്ച് എടുക്കാം.
പോയിക്ക് 9-2 ആയിട്ടുണ്ട് കേസ്. ഒരു ഗോൾ അടിച്ച് കഴിഞ്ഞിട്ട് ഇതാ മാസ്ക് ബ്രോ നേരെ പുറത്തോട്ട് ഇറങ്ങി ഓടുന്നുണ്ട്. വെറുതെ വന്നൊരു ഗോൾ അവർക്ക് കൊടുത്തിട്ട് കേസ് ഇറങ്ങിപ്പോയി. പെരുവിലായിരുന്നെങ്കിൽ നമ്മളത് തടഞ്ഞേനെ കേസ്. വന്നിട്ടൊരു ഗോൾ അടിച്ച് കൊടുത്തിട്ട് ഇറങ്ങി പോയിട്ടുണ്ട്. ഗ്രൗണ്ടിൽ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഞാൻ മാത്രമുണ്ട് കേസ്. ഞാനും ബോളും ഇല്ലെന്ന് തോന്നുന്നു കേസ്. ബോളും കൊണ്ട് ആരോ വരുന്നുണ്ട്. ഇത് നമ്മുടെ വാസുവണ്ണനല്ലേ കേസ്, പ്രണവ് ബ്രോ കേസത്. പ്രണവ് ബ്രോ എന്തുവാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. മെല്ലെ ഗോൾ അടിക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെക്കാതെ ഗൈസ്. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ നമ്മുടെ അഖിൽ ബ്രോ ഇതുവരെ വന്നിട്ടില്ല ഗൈസ്. ഇവരാണെങ്കിൽ 2 പേരുണ്ട്. മാസ്ക് ഇപ്പോൾ എന്തോ അനങ്ങാൻ നിൽക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ബോൾ എടുത്ത് നൈസായിട്ട് ഗോൾ അടിക്കാൻ നോക്കാം ഗൈസ്. ബോളാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തോട്ടൊന്നുമല്ല പോകുന്നത്. എങ്ങോട്ടോ അടിക്കുമ്പോൾ എങ്ങോട്ടൊക്കെയോ പോകുന്ന ബോളാണ് ഗൈസ്. നമുക്കിത് ഗോളാണെന്ന് തോന്നുന്നത് ഗൈസ്. ഓടി അടിക്കാൻ പറ്റുമോ? പ്രണവ് ബ്രോ ഇടയ്ക്ക് കയറുന്നുണ്ട് ഗൈസ്. ഇടയ്ക്ക് കയറി കഴിഞ്ഞാൽ ബോൾ നിന്ന് പോകും. എനിക്ക് ഇത് കിട്ടുന്നില്ല ഗൈസ്, സ്പീഡ് കിട്ടുന്നില്ല. ഓക്കെ ഗോളായിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ സ്കോർ ബോർഡ് നോക്കണമെങ്കിൽ 12-3. അതാണ്ട് പിന്നെ ആകുമ്പോട്ട് ആ ബോൾ എടുക്കാൻ പോകുന്ന കേസ്. എന്തായാലും നമുക്ക് നമ്മുടെ പോസ്റ്റിലോട്ട് കയറാൻ സമ്മതിക്കില്ല. ഇതും കിട്ടി കേസ്. അടുത്ത ഗോൾ അടിക്കാൻ പോയി ഞാൻ ഗൈസ്. പൂഞ്ചിപ്പോയി. അത് പ്രണവ് ബ്രോ തടഞ്ഞു കേസ്. കേസ് പുറത്തോട്ട് ഇടിച്ച് കളയാൻ നോക്കുന്ന കേസ്. സമ്മതിക്കില്ല കേസ്. അത് പോയി. അത് നമുക്ക് കോർണറാണ്, നമ്മുടെ കോർണർ കേസ്. ഇവിടെ കേസ് കോർണർ തന്നെ ഇത്. ഞാൻ പോയി അടിച്ചെടുക്കാൻ നോക്കട്ടെ കേസ്. നമ്മുടെ അഖിൽ ബ്രോ ഇതുവരെ അഖിൽ ബ്രോ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ പോസ്റ്റിലാരെങ്കിലും ഉണ്ടോ കേസ്? അഖിൽ ബ്രോ അവിടെ ഗോളിൽ നിൽപ്പുണ്ട്. സീനില്ല. ഇവിടെ എങ്ങനെയും ഗോളാക്കണം കേസ്. അതാ 2 പേരും കൂടെ വരുന്നുണ്ട് കേസ്. ഇവർ 2 പേരെ വെട്ടിക്കാൻ സീൻ അമ്മമാർ 2 പേരെ വെട്ടിച്ച് കേസ്. അഖിൽ ബ്രോവിനെ ഞാൻ എന്തായാലും വിളിച്ചിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാൻ. ഒറ്റയ്ക്ക് എന്തായാലും നടക്കൂല കേസ്. ഈ ബോൾ ഞാൻ വിചാരിക്കുന്നിടത്തോട്ടല്ല കേസ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് എന്തായാലും നടക്കൂല. അഖിൽ ബ്രോയ്ക്ക് മെല്ലെ ഇവിടെ നിന്ന് പാസ് ഇട്ട് കൊടുക്കാൻ നോക്കാം കേസ്. ഇത് ഞാൻ പാസ് ഇട്ട് കൊടുക്കാൻ നോക്കുന്നുണ്ട്, പറ്റുന്നില്ല കേസ്. ഇതായത് പുറത്തോട്ട് പോകാൻ കളയുന്നതിന് മുമ്പ് പുറത്ത് പോയി സെൻറ്ററിൽ വന്ന് കേസ്. വീണ്ടും സെൻറ്ററിൽ അല്ല കേസ്, കോർണറെങ്കിലും അടിച്ചു കൊടുക്കാൻ നോക്കാം കേസ്. ഇത് ബോൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്? ഇതൊക്കെ ഒന്നും കാണുന്നുമില്ലല്ലോ കേസ്. ഇത് കേസ് നമ്മുടെ അഖിൽ ബ്രോയിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. അതവിടെ പോയി സെൻറ്ററിലെത്തി കേസ്. സെൻറ്ററിലെത്തുമ്പോൾ നേരെ അങ്ങോട്ട് ഓടിക്കോണം, കാരണം നമ്മുടെ പോസ്റ്റിൽ ആരുമില്ല. നമ്മുടെ അഖിൽ ബ്രോയ്ക്ക് നമ്മളെക്കാളും സ്പീഡുണ്ടെന്ന് തോന്നുന്നു കേസ്. ഞാൻ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. പോയോ എൻ്റെ പൊന്നെ, ഞാൻ വിചാരിച്ചാണ് അത് എടുത്തുകൊണ്ട് പോയെന്ന്. നമ്മൾ അടുത്ത ഗോൾ അടിക്കാൻ പോട്ടോ. എല്ലാവരും നമ്മുടെ പുറകെയുണ്ട്. ഇതെന്തായാലും ഗോളാണ് കേസ്. നമുക്ക് ഇവിടെ നിന്നൊരു കിക്കങ്ങ് അടിച്ചാലോ അങ്ങോട്ട്. അയ്യോ കേസ്, അത് അപ്പുറത്തോട്ട് പോയി കേസ്. നടന്നില്ല കേസ്. നമ്മുടെ അഖിൽ ബ്രോ അതെടുത്ത് ഗോളാക്കിക്കോളും. സീനില്ല. കേസ് കോർണറാക്കി കേസ്. സീനില്ല കേസ്. നമുക്ക് ഇവിടെ നിന്ന് പാസ് കൊടുക്കാം. പാസ് കൊടുത്തിട്ട് ഗോളടിക്കാൻ ഇവിടെ ആരും ഇല്ലേ? ഇനിയിപ്പോൾ എന്ത് കളിക്കാനാണ് കേസ്? നമ്മൾ 2 പേരേ ഉള്ളൂ. എന്തായാലും നമുക്ക് പാസ് കൊടുത്തിട്ട് ഗോൾ അടിച്ചോളാൻ പറയാം. ഓക്കെ, പാസ് കൊടുക്കട്ടെ. കേസ് പാസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ സ്കോർ ഇപ്പോൾ ഗോളടിക്കും. ഇപ്പോൾ 12 നിൽക്കുന്നത് കേസ്. 13 ആയിട്ടുണ്ട്. 13-3 ആയിട്ടുണ്ട് കേസ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കേസ് ഇന്ന് നമ്മുടെ ടീമാണ് ജയിച്ചത്. കണ്ടില്ലേ, 13 ഗോൾ അടിച്ചിട്ടുണ്ട് കേസ്. ഇവിടെ അവർ പിന്നെയും കയറി വന്ന് ഗോൾ അടിക്കാൻ നോക്കുന്നുണ്ട് കേസ്. എന്തായാലും നമ്മൾ സമ്മതിക്കില്ല. അഖിൽ ബ്രോ അതെടുത്തിട്ടുണ്ട്. അത് മെല്ലെ പാസ് മേടിച്ചിട്ട് കേസ് നമുക്ക് പോയിട്ട് ഗോൾ അടിക്കാം കേസ്. എല്ലാവരും കൂടെ ഓടി വരുന്നുണ്ട് കേട്ടോ. ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. പിന്നെ ഞാൻ സ്റ്റാമിന ഇല്ല കേസ്. കിട്ടി. ഇത് ഗോളാണ് കേസ്. പുറകെ മാസ്കൊക്കെ ഉണ്ട് കേസ്. അതാണ് സീന്. നമ്മുടെ അഖിൽ ബ്രോ അത് ഗോളാക്കി കേസ്. അതൊക്കെ എത്ര ഉള്ളു കേസ്. അത് ഗോൾ അടിച്ചിട്ടുണ്ട് കേസ്. അപ്പോൾ അഖിൽ ബ്രോ ഇവിടെ സെലിബ്രേഷൻ ഇടുന്നുണ്ട്. നമ്മളാണ് ഇവിടെ നോക്കുവാണെങ്കിൽ കളി വെച്ചത് കേസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. ഞാനിവിടെ നൈസായിട്ട് സെലിബ്രേഷൻ ഇടുന്നുണ്ട്. അപ്പോൾ കേസ് അടുത്ത കേട്ട് കാണാം. ബൈ.